ഇവിടുത്തെ സംഘത്തിൻ്റെ പ്രസിഡന്റ് ബാബേട്ടൻ, നമ്മുടെ മുഖ്യ അതിഥി, നമ്മളേറ്റവും എല്ലാവരും നല്ലൊരു തിരക്ക് പിടിച്ച സമയത്താകുമ്പോൾ അനാമികനെ കാണണം, അവരെ സ്വീകരണത്തിൽ പങ്കെടുക്കണമെന്ന് പെട്ടെന്നൊരു പരിപാടി നിർത്തിച്ചിട്ടാണ് വന്നത്. അത് ഈ മോളെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അനാമിക, പിന്നെ നമ്മുടെ സെക്രട്ടറി സുബിൻ, ഷിജത്ത്, സുജാട്ടൻ, നമ്മളെ മോളെ ചെറുതായി കാണുന്നത് വേണ്ട. നമ്മളിന്നാൾ മീറ്റിംഗ് ഇവിടെ നടക്കും, അന്ന് ഞാനുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു അടുത്ത പരിപാടി നമുക്ക് ഉഷാറാക്കണം. അതേപോലെ ഒന്നുകൂടി പറയണേ, അടുത്ത നമുക്ക് വലിയൊരു പരിപാടി നടത്തണം. ഇവിടുന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സൂര്യൻ്റെ ആൾക്കാരും എല്ലാവരും നല്ലൊരു പരിപാടി നടത്തണം. എനിക്ക് ഒരു രക്ഷിതാവിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എത്ര തിരക്ക് പിടിച്ച ജീവിതമായാലും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സാമ്പത്തികമായിട്ടും വേറെ തിരക്കുള്ള സമയത്ത് ഈ കുട്ടിക്ക് നല്ലൊരു കോച്ചിനൊക്കെ ഏർപ്പാട് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരെ കണ്ടിട്ട് എന്താ നമ്മളെ മകളെ പറ്റിയിട്ടൊക്കെ അന്വേഷണം നടത്തുക. നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു പാട്ട് പാടുന്ന ആളാണെങ്കിൽ അവരതിനനുസരിച്ചുള്ള ഭക്ഷണ രീതികളും തൊണ്ടയ്ക്ക് അസുഖമില്ലാത്ത രൂപത്തിലും പല മരുന്നുകളും കഴിച്ചിട്ടുണ്ട്. അതേപോലെ സ്പോർട്സിന് പറ്റിയ ആൾക്കാരോട്, ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരോട് സായിലൊക്കെ പോയിട്ട് കുട്ടിയുടെ സായിലൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ അവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചേക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ടുള്ള ഇതിനുകൊണ്ട് ഒരു പ്രത്യേക കഴിവ് കൊടുക്കാനോ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം, ഇതിന് ഊർജ്ജം കൂടുന്ന ഭക്ഷണമൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. കണ്ടമാനമുള്ള ഭക്ഷണം നല്ലതാണ്. നല്ല ആയുർവേദത്തിലും നല്ല ആയുർവേദത്തിൽ തന്നെ നല്ല നല്ല മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വയ്യാവുള്ള കൈക്കും കാലിനും നല്ല സ്ട്രെങ്ത്തും മനസ്സിനും, അതേപോലെ തന്നെ പഠിത്തത്തിനും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ പഠിത്തത്തിനൊന്നും പിന്നോട്ട് പോകരുത്. പഠിത്തത്തിലൊക്കെ മുന്നോട്ട് വരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിനും പ്രയോജനം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിന് പഠിത്തത്തിലും നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ ജോലിക്കൊക്കെ ബുദ്ധിയോടെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അറിവ് ആരാണ് ഇതിനെപ്പറ്റി? അപ്പോൾ നമ്മൾ PTUഷിക്കൊക്കെ നല്ലൊരു കോച്ച് ഉണ്ടായിരുന്നു, നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളൊരാളെ കണ്ടുപിടിച്ചിട്ട് അവരോട് അറിവ് സമ്പാദിക്കുക, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുണ്ട്. നമ്മളെ കുട്ടിക്ക് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് കിട്ടും, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മെനക്കെടാൻ രക്ഷിതാവിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു 4-5 ആൾക്കാരുള്ള പരിപാടിയല്ല, വലിയൊരു പരിപാടി നടത്തണം. അതിന് നമുക്ക് സൗകര്യങ്ങൾ അനാമിക ഒരുക്കി തരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു.